ബാങ്കിംഗ് ട്രാൻസാക്ഷനിൽ OTP തെഫ്റ്റ്, സ്വിം സ്വാപ്പ് തുടങ്ങിയുള്ള ഫ്രോഡുകൾക്ക് നമ്മൾ വിക്ടിമായാൽ RBI നമുക്ക് കോമ്പൻസേഷൻ തരുമോ? യെസ്, തരും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനു മുന്നേ നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ 3.0 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ മെയിൻസിന്റെ ഇപ്പൊ IBPSന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മെയിൻസ് എക്സാം പാറ്റേൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ആൻഡ് റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 3.0 എന്ന് പറയുന്നത്. 4999 ആണ് ബാച്ച് ഫീ. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. Okay, so Reserve Bank of India introduces new compensation framework for digital payment fraud victims. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിം സ്വാപ്പ്, OTP തെഫ്റ്റ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തെഫ്റ്റ്, അല്ലെങ്കിൽ ഫേക്ക് UPI ID യൂസ് ചെയ്യുക, ഇത്തരത്തിലുള്ള എന്ത് ഫ്രോഡുകൾക്ക് നമ്മൾ വിക്ടിം ആവുകയാണെങ്കിലും നമുക്ക് RBI നമുക്ക് എന്ത് തരുന്നുണ്ട്? കോമ്പൻസേഷൻ തരുന്നുണ്ട്. So, Reserve Bank of India issued Responsible Business Conduct Third Amendment Direction 2026 to introduce revised compensation framework. ഇതിനു മുന്നേ ഒരു കോമ്പൻസേഷൻ ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വീണ്ടും ഈ ഫ്രെയിംവർക്ക് റിലീസ് ആയിട്ടുണ്ട്. ജനുവരി 1, 2027, അതായത് ആരെങ്കിലും ഇപ്പൊ നമ്മളെ പറ്റിച്ചു, നമ്മുടെ കയ്യിൽ നിന്നും 50 ഇലക്ട്രോണിക് ബാങ്കിങ് ട്രാൻസാക്ഷനിൽ നമുക്ക് 50,000 രൂപ ആരെങ്കിലും നമ്മളെ പറ്റിച്ചാൽ, 50,000 അതിൽ താഴെയോ ആരെങ്കിലും നമ്മളെ പറ്റിക്കുകയാണെങ്കിലാണ്, ഏതെങ്കിലും ഒരു ഫ്രോഡിന് നമ്മൾ വിക്ടിം ആവുകയാണെങ്കിലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? കോമ്പൻസേഷൻ ലഭിക്കുന്നത്. സോ ഇത് എപ്പോൾ മുതലാണ് എഫക്റ്റീവ് ആവുന്നത്? 1 ജാനുവരി 2027 മുതലാണ് എഫക്റ്റീവ് ആവുന്നത്. അതായത് ഇപ്പോ ഈ ഒരു കാലയളവിലാണ് നമ്മൾ ഫ്രോഡിന് വിക്ടിം ആവുന്നതെങ്കിൽ നമുക്ക് യാതൊരുവിധ കോമ്പൻസേഷനും ഇല്ല. ഇത് എഫക്റ്റീവ് ആവുന്നത് 1 ജാനുവരി 2027 മുതലാണ്. സോ ഈ ഒരു ഫ്രെയിംവർക്ക് പ്രകാരം നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഒരു UPI ഫ്രോഡ് പ്രകാരം UPI ഫ്രോഡിലൂടെ ഒരാൾ എന്റെ അടുത്ത് നിന്ന് 50,000 രൂപയോ അതിൽ താഴെയോ, ഇപ്പൊ 40,000 രൂപ ഒരാൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്കിൽ തൊട്ടാൽ എനിക്കൊരു ഗിഫ്റ്റ് അടിച്ചു, 1 കോടി രൂപ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? വേഗം തന്നെ പോയി ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? എന്റെ അക്കൗണ്ടിൽ നിന്നും 40,000 രൂപ ഡെബിറ്റ് ആയി എന്ന് വിചാരിക്കാം. അങ്ങനെ 40,000 രൂപ ഡെബിറ്റ് ആവുന്നത് ജനുവരി 1 ശേഷമാണ് എങ്കിൽ എനിക്ക് ബാങ്കിൽ നിന്നും RBIയുടെ അടുത്ത് നിന്നും കോമ്പൻസേഷൻ ലഭിക്കും. എപ്പോഴാണ് കോമ്പൻസേഷൻ ലഭിക്കുക? ഇങ്ങനെ ഒരു ഫ്രോഡിന് ഞാൻ വിക്ടിം ആയി കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ, 5 കലണ്ടർ ഡേയ്സിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തിരിക്കണം? ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനെ ഒരു ഫ്രോഡിന് വിക്ടിം ആയി എന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിലോ ഹെൽപ്പ് ലൈൻ 1930 വിളിച്ചോ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? കൺസേൺഡ് ബാങ്കിലോ നമുക്ക് വിളിച്ച് നമ്മളിങ്ങനെ ഒരു ഫ്രോഡിന് വിക്ടിമായി എന്ന് അറിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എത്ര പൈസയാണ് കോമ്പൻസേഷൻ ആയിട്ട് ലഭിക്കുന്നത്? നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒന്നിക്കൽ നമുക്ക് നഷ്ടപ്പെട്ട പൈസയുടെ 85% അല്ലെങ്കിൽ 25,000 രൂപ. ഒന്നിക്കൽ നഷ്ടപ്പെട്ട പൈസയുടെ 85% അല്ലെങ്കിൽ 25,000 രൂപ. ഇതിൽ രണ്ടിലും ഏത് പൈസയാണോ കുറവ് അതാണ് നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് തരുന്നത്. ഇപ്പൊ എനിക്ക് ജനുവരി 22 എനിക്കൊരു ഫ്രോഡിന് ഞാൻ വിക്ടിമായി. വീണ്ടും ഞാൻ ഏപ്രിൽ മാസം ആയപ്പോൾ വീണ്ടും ഞാനൊരു ഫ്രോഡിന് വിക്ടിം ആവുകയാണ്. ഓക്കെ, വീണ്ടും ഒരാൾ എന്നെ പറ്റിച്ചു. ഓക്കെ, എന്നിട്ട് എന്റെ അടുത്ത് ഒരു 30,000 രൂപ പോയി. ആ സമയം വീണ്ടും എനിക്ക് RBI കോമ്പൻസേഷൻ തരുമോ? ഇല്ല. ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻസ് ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ കസ്റ്റമറിന് 0 ലയബിലിറ്റി ആണ്. നമ്മൾ എന്താണ് ഇപ്പൊ കസ്റ്റമറിന് 0 ലയബിലിറ്റി ആണ്. അതായത് നമ്മുടെ ബാങ്ക് നെഗ്ലിജൻസ് കാരണമോ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫ്രോഡിന് നമ്മൾ വിക്ടിം ആയാൽ RBI നമുക്ക് കോമ്പൻസേഷൻ തരും. സോ ഇതില് നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒന്നിക്ക് 25,000 അല്ലെങ്കിൽ 85%. അപ്പൊ മാക്സിമം നമുക്ക് 25,000 രൂപയാണ് ലഭിക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കോമ്പൻസേഷൻ സ്ട്രക്ചർ? എങ്ങനെയാണ് ഈ 85%ലേക്ക് എത്തുന്നത്? 65% നമുക്ക് നഷ്ടപ്പെട്ട പൈസയുടെ 65% RBI ആണ് തരുന്നത്. ബാക്കി 10% നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്ക്. ഇപ്പൊ എനിക്ക് SBIയിലാണ് അക്കൗണ്ട്, SBI ആണ് എനിക്ക് തരാം. ഇനി എന്റെ കയ്യിൽ നിന്നും പൈസ പറ്റിച്ച ഒരു മ്യൂൾ അക്കൗണ്ട് ഉണ്ടാവും അല്ലെ, വേറെ ആരുടെയെങ്കിലും പേരിൽ ആരോ എടുത്തു വെച്ചിട്ടുള്ള ഒരു മ്യൂൾ അക്കൗണ്ട് ഉണ്ടാവും. അതായത് എന്റെ അടുത്ത് നിന്നും പൈസ മോഷ്ടിച്ച ആളുടെ പൈസ
മോഷ്ടിച്ച ആളുടെ അക്കൗണ്ട് ഉള്ള ബാങ്ക് ഉണ്ടാവും അല്ലെ, ബെനിഫിഷ്യറി ബാങ്ക്. ആ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, 10% തരുന്നത്. കാരണം ബാങ്കുകളിൽ മറ്റൊരാളുടെ, അതായത് മറ്റൊരാളുടെ ഐഡന്റിറ്റിയിലായിരിക്കും വേറെ ആരോ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ബാങ്കിൽ, നമ്മുടെ ബെനിഫിഷ്യറി ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അത് ഇത്തരം അക്കൗണ്ടുകളെയാണ് മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് പറയാം. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ ബെനിഫിഷ്യറി ബാങ്കിന് സാധിച്ചില്ല, അതുകൊണ്ടാണ് അവർക്ക് അവിടെ അക്കൗണ്ട് എടുക്കാൻ സാധിച്ചത് അല്ലെ. സോ അതിനുവേണ്ടി 10% കോമ്പൻസേഷൻ നമുക്ക് തരിക ബെനിഫിഷ്യറി ബാങ്ക് ആണ്. സോ 65% RBI, ബാങ്ക് 10% വിക്ടിമിന്റെ ബാങ്കും ബാക്കി 10% ബെനിഫിഷ്യറിയുടെ ബാങ്കും ആണ് തരിക. അങ്ങനെയാണ് ടോട്ടൽ 85%ലേക്ക് ഇത് എത്തുന്നത്. സോ ഇനിയിപ്പോ പുതിയ വന്നിട്ടുള്ള മാറ്റം പ്രകാരം ക്രോസ് ബോർഡർ, ഇപ്പൊ ഡൊമസ്റ്റിക് ഫ്രോഡ് നടക്കാനും ചാൻസ് ഉണ്ട്, അതേപോലെ ചാൻസ് ഉള്ളതാണ് ക്രോസ് ബോർഡർ ക്രൈംസും അല്ലെ. ഇപ്പൊ ഡൊമസ്റ്റിക് ഫ്രോഡ് ആണ് നടക്കുന്നതെങ്കിൽ ബോത്ത്, അതായത് നമ്മളെ പറ്റിക്കുന്ന ആളും നമ്മളും ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ 65-10-10 എന്നുള്ള കാര്യം നടപ്പിലാകും. പക്ഷേ ഇപ്പൊ ക്രോസ് ബോർഡർ ക്രൈം ആണ് നടക്കുന്നതെങ്കിൽ, നമ്മളെ പറ്റിച്ച ആള് വേറൊരു സ്ഥലത്താണ്, വേറെ രാജ്യത്താണ് എങ്കിൽ ബെനിഫിഷ്യറി ബാങ്ക് 10% തരുന്ന കാര്യം, 10% കോമ്പൻസേഷൻ തരുന്ന കാര്യം നടക്കില്ല അല്ലെ. അതുകൊണ്ട് അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ 65% RBI തന്നെയാണ്. പക്ഷേ നമ്മുടെ കസ്റ്റമർ ബാങ്ക്, നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബാങ്ക് അപ്പൊ 20% കോമ്പൻസേഷൻ നമുക്ക് തരേണ്ടി വരും. ഓക്കെ, ഇതെല്ലാം എപ്പോഴാണ് നമ്മളൊരു ഫ്രോഡിന് വിക്ടിമായി വിതിൻ 5 days നമ്മൾ അറിയിച്ചാൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OTP തെഫ്റ്റ് ആണെങ്കിലും, സ്വിം സ്വാപ്പ് ആണെങ്കിലും, കൊയേഷൻ ആണെങ്കിലും, ഫേക്ക് UPI ആണെങ്കിലും, ഫിഷിംഗ്, അതായത് ഈ ലിങ്കുകള്, ഫേക്ക് മെയിൽസ്, ഇതൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഫിഷിംഗ്. അതാണെങ്കിലും ഏതാണെങ്കിലും എനി കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ് ട്രാൻസാക്ഷൻ നമുക്ക് വിക്ടിം ആവുകയാണെങ്കിൽ RBI നമുക്ക് കോമ്പൻസേഷൻ തരുന്നതാണ്. സോ ബാങ്ക്സ് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ബാങ്കിങ് ട്രാൻസാക്ഷനിൽ വരുന്ന ഫിനാൻഷ്യൽ ഫ്രോഡുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി 24/7 ചാനൽസ് ഓപ്പൺ ആക്കി വെക്കേണ്ടതാണ്. എല്ലാ ബാങ്കുകളും 500 രൂപയിൽ കൂടുതൽ ഉള്ള പൈസ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് SMS അലേർട്ടുകൾ തരേണ്ടതാണ്. സോ നമ്മുടെ ഫ്രോഡ് മെക്കാനിസം, സൈബർ സെക്യൂരിറ്റി, കസ്റ്റമർ പ്രൊട്ടക്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് ഈ ഒരു 500 രൂപയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരേണ്ടത്, നമുക്ക് ഇന്റിമേഷൻ തരേണ്ടത്. ഇനി ഡൊമസ്റ്റിക് ഫ്രോഡുകൾ, ആദ്യം ഇത് ഓൾറെഡി വന്നിട്ടുള്ള RBI റെഗുലേഷനെ പുതുക്കിയതാണ്. സോ ആദ്യത്തെ റെഗുലേഷൻ പ്രകാരം എന്തെങ്കിലും ഡൊമസ്റ്റിക് ഫ്രോഡുകളാണ് നടന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിലായിരുന്നു അത് സോൾവ് ചെയ്യുക. ഇപ്പോഴത് മാറ്റി 45 ദിവസം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ക്രോസ് ബോർഡർ ക്രൈമുകളാണ് എങ്കിൽ അത് 60 ദിവസത്തിനുള്ളിലാണ് ശരിയാക്കുന്നത്. സോ ഡൊമസ്റ്റിക് ബാങ്ക് ട്രാൻസാക്ഷനിലാണ് ഫ്രോഡ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ RBI, കസ്റ്റമർ ബാങ്ക്, ബെനിഫിഷ്യറി ബാങ്ക് ആണ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ആണെങ്കിൽ RBIയും കസ്റ്റമർ ബാങ്കും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്.